قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله العظيم. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചത് പ്രകാരം ജീവിതത്തിൻ്റെ എല്ലാ ഓരോ സന്ദർഭങ്ങളിലും തഖ്വ ഉള്ളവരായിരിക്കണമെന്ന്, അതിനുവേണ്ടി പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ കാലത്തും എന്നതുപോലെ ഈ കാലത്തും നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ കണ്ടുവരുന്ന നിഷേധം, നിഫാഖ്, പിന്നെ ഭൗതികമായിട്ടുള്ള പലതരം ജീവിത കാഴ്ചപ്പാടുകൾ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം, നാരായ വേര് എന്താണ് എന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഞാൻ എന്ന ഒരു ബോധമാണ്. അവനവന് തോന്നുന്നത് എന്താണോ അതാണ് പരമപ്രധാനം എന്ന വിചാരമാണ്. ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെയും എനിക്ക് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും അതിൻ്റെ യുക്തി എന്താണ് എന്ന് കണ്ടെത്താനും കഴിയും എന്ന വിചാരമാണ്. ഞാൻ എന്നത് പ്രധാനമാകുമ്പോഴാണ് മനുഷ്യൻ വഴിപിഴച്ചു പോകുന്നത്. മനുഷ്യൻ മാത്രമല്ല, ഇബ്ലീസ് വഴിപിഴച്ചു പോയതും അങ്ങനെ തന്നെയാണ്. അന ഖൈറുൻ മിൻ, ഞാനാണ് ശ്രേഷ്ഠൻ. ഖലഖ്തനി മിൻ നാർ, എന്നെ തീയിൽ നിന്നാണ് പടച്ചത്. അപ്പോൾ ഞാൻ ശ്രേഷ്ഠനാണ്, എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും, എനിക്ക് ബോധ്യപ്പെട്ടതേ ഞാൻ അംഗീകരിക്കൂ, എനിക്ക് മനസ്സിലാവാത്തത് ഞാൻ അംഗീകരിക്കുകയില്ല, എനിക്ക് യുക്തി അറിയാത്തത് യുക്തി ഇല്ലാത്തതിന് മാത്രമാണ് തുടങ്ങിയിട്ടുള്ള വിചാരങ്ങളാണ്. ചിലപ്പോഴൊക്കെ ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ഇങ്ങനെ വളരെ മനോഹരമായ രീതിയിലൊക്കെ വിശേഷിപ്പിക്കും. ജനാധിപത്യ ബോധം, ജനാധിപത്യ മൂല്യം എന്നൊക്കെ പറയും. ഇങ്ങനെ ഒരുപാട് ഞാൻ ചേർന്ന് ഉണ്ടാകുന്ന ജനങ്ങൾ, അവരുടെ ഇഷ്ടവും അംഗീകാരവുമാണ് പരമപ്രധാനം എന്നാണ് പറയുന്നത്. എന്താണ് ഇതുകൊണ്ട് മനുഷ്യൻ ആയിത്തീരുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. എൻ്റെ ഹലാലും എൻ്റെ ഹറാമും, എനിക്ക് എന്തൊക്കെ പറ്റും പറ്റൂല, എനിക്ക് എന്തെല്ലാമാണ് ഗുണകരം എന്തെല്ലാമാണ് ദോഷകരം, ഇത് ഞാൻ തന്നെ തീരുമാനിക്കുക. ഈ വാദത്തെയാണ് എല്ലായ്പ്പോഴും ശൈത്വാനിയത്ത് ശക്തിപ്പെടുത്തി കൊണ്ടുവരുന്നത്. പല കാലത്തും അതിന് പല നിറങ്ങളായിരിക്കും, പലതരത്തിലുള്ള അവതരണമായിരിക്കും എന്നും വ്യത്യാസം മാത്രമേ ഉള്ളൂ. എല്ലാ കാലത്തും ഇതുള്ളതാണ്. ഇപ്പോഴത് സോഷ്യൽ മീഡിയയുടെ ഒരു കാലമായതുകൊണ്ട് അതിവേഗം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ വീടുകളിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പോലും അറിയാതെ നമ്മളും അതിൻ്റെയൊക്കെ ആളുകളായി തീരുന്നു.
നമ്മുടെ വാക്കുകളിലും നമ്മുടെ നിലപാടുകളിലും പോലും ഇങ്ങനെയൊക്കെ ഉള്ള അവനവനിസം എന്ന് പറയുന്ന ഒരു സംഗതി, അതൊരു ഇസമാണെങ്കിൽ ശക്തിപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും അത് ഹറാമായത് എന്തുകൊണ്ടാണ്, മറ്റേത് നിർബന്ധമായത് എന്തുകൊണ്ടാണ്, ഇത് ഹലാലായത് എന്തുകൊണ്ടാണ്, ഇത് വേണ്ടെന്ന് പറഞ്ഞത് എന്താന്ന് എനിക്ക് അങ്ങോട്ട് ബോധ്യപ്പെട്ടിട്ടില്ല എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു കളയുന്നത്. എന്നിട്ട് അതിന്റെ യുക്തി തെരഞ്ഞ് നമ്മളിങ്ങനെ നടക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ആരോഗ്യ പ്രശ്നം മൂലം ഡോക്ടർമാരെ സമീപിക്കാറുണ്ട്. അങ്ങനെ അവര് നമ്മളെ ദേഹം പരിശോധിച്ച് ആവശ്യമായ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ടെസ്റ്റൊക്കെ കഴിഞ്ഞ് മരുന്ന് കുറിച്ച് തരും. ആ മരുന്ന് നമ്മൾ ആരെങ്കിലും ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ടാണോ കഴിക്കാറുള്ളത്? അതിലടങ്ങിയിട്ടുള്ള എന്തെല്ലാം സംഗതികളാണ് ഉള്ളത്, അതിനെക്കുറിച്ചൊക്കെ എനിക്ക് മനസ്സിലാവണം. എത്ര ശതമാനം എന്തെല്ലാം ചേർത്തിരിക്കുന്നു, ഇങ്ങനെ നമ്മൾ പരിശോധിക്കലുണ്ടോ? ഇനി അതും പോകട്ടെ, ചിലപ്പോൾ ഡോക്ടർ പറയും പഞ്ചസാര കഴിക്കരുത്. അതെനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. വെളിച്ചെണ്ണ കഴിക്കരുത്, മെഴുക്ക് പറ്റൂല, അതൊന്നും എനിക്ക് അതിന്റെ യുക്തി മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് ഞാൻ കഴിക്കും. എന്റെ ബോഡിയാണ്, മൈ ബോഡി മൈ ചോയ്സ്. ഞാൻ പഞ്ചസാര തിന്നണോ വേണ്ടത് ഞാനാണല്ലോ തീരുമാനിക്കുക എന്നാരെങ്കിലും പറയോ? പറഞ്ഞാൽ എന്താണ് അവന്റെ അവസ്ഥ? ഒരു കിഡ്നി രോഗിയോട് ഡോക്ടർ ഇന്നത് കഴിക്കണം, ഇന്നത് കഴിക്കണ്ട എന്ന് പറഞ്ഞാൽ അത് പറയാൻ ഡോക്ടർ ആരാ? ഈ ജനാധിപത്യ രാജ്യത്ത് എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ എനിക്ക് ബോധിച്ചത് എനിക്കിഷ്ടമുള്ളത് കഴിക്കും എന്നൊരാൾ പറഞ്ഞാൽ അയാളുടെ അവസ്ഥ എന്താണ്? അപ്പൊ ഇവിടെ നമ്മൾ എല്ലാവരും ഇയാൾ ഉപദേശിക്കും. വലിയ പുരോഗതിയും വലിയ വിദ്യാഭ്യാസവും വലിയ ശാസ്ത്രീയമായ നേട്ടങ്ങളും കൈവരിച്ചു എന്ന് വിചാരിക്കുന്നവർ കൂടുതൽ ഉപദേശിക്കുക, നിങ്ങൾ ഡോക്ടർ പറഞ്ഞത് കേൾക്കണം കേട്ടോ. എവിടെ പോയി നിങ്ങളുടെ ജനാധിപത്യ മൂല്യം എവിടെ? ഡോക്ടർ പറഞ്ഞത് കേൾക്കാനാണോ ഒരാൾക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് ആരെങ്കിലും ചോദിക്കോ? അപ്പൊ എന്റെ ശരീരത്തിന് മേൽ അധികാരം ചുമത്താൻ മറ്റൊരാൾക്കും അവകാശമില്ല. ഞാൻ ഇനി നന്ന കവിഞ്ഞാൽ മറ്റൊരാളുടെ ദേഹത്തെ ഞാൻ സ്പർശിക്കുമെങ്കിൽ അതല്ലേ നിങ്ങൾ നിയന്ത്രിക്കേണ്ടത്? ഞാൻ ഒറ്റയ്ക്ക് എനിക്കിഷ്ടമുള്ളത് ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്താ? ഒരു റൂം അടച്ചിട്ട് ആരും കാണാത്ത സന്ദർഭത്തിൽ എൻ്റെ വീട്ടിൽ ഞാൻ തനിച്ചിരുന്ന് എന്ത് ചെയ്താൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് എന്തുകൊണ്ടാണ് ആരോഗ്യരംഗത്ത് ഒരാൾ ചോദിക്കാത്തത്? അപ്പൊ നമുക്കറിയാം, എനിക്ക് എൻ്റെ ശരീരത്തെക്കുറിച്ചുള്ള അറിവ് പരിമിതമാണ്. സംഗതി എൻ്റെ ശരീരമൊക്കെ തന്നെയാണെങ്കിലും ഇതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള എൻ്റെ വിവരം കുറവാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ഒരാൾ, ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ, ഇതിനെക്കുറിച്ച് വിവരമുള്ള ഒരാൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതനുസരിക്കലാണ് എനിക്ക് ഹിതകരം, അതാണ് ഗുണകരം. അപ്പൊ അവിടെ ഞാൻ എൻ്റെ ഇഷ്ടം എന്ന് കരുതി കഴിഞ്ഞാൽ, എൻ്റെ അറിവുകേട് നിയമമാക്കി കഴിഞ്ഞാൽ അത് അബദ്ധമാണ് എന്ന് എനിക്ക് മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലാവും. അത് ഉഭയകക്ഷി സമ്മതപ്രകാരം ചെയ്താൽ മതിയാകുമോ? വലിയ പ്രമേഹ രോഗിക്ക് ഒരാൾ പഞ്ചസാര കലക്കി കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണ്. കലക്കുന്ന ആൾക്കും സമ്മതം, കുടിക്കുന്ന ആൾക്കും സമ്മതം. ഇതിനാണല്ലോ ഉഭയകക്ഷി സമ്മതം എന്ന് പറയാം. രണ്ടു കൂട്ടർക്കും സമ്മതമാണ്. പിന്നെ മൂന്നാമതൊരു കക്ഷിക്ക് എന്താ പ്രശ്നങ്ങൾ, എന്തിനാ ഇടപെടുന്നത് എന്ന് ചോദിച്ചാലോ, ആർക്കാണ് അതിന്റെ ദോഷം? ആർക്കാണ് ഇതുകൊണ്ടുണ്ടാകുന്ന പ്രയാസം? അപ്പൊ വൈദ്യശാസ്ത്ര രംഗത്ത് അറിവുള്ളവരെ നിങ്ങൾ അംഗീകരിക്കണം, ശാസ്ത്ര രംഗത്ത് അറിവുള്ളവരെ അറിവില്ലാത്തവർ അംഗീകരിക്കണം. നമ്മൾ നടന്നു പോകുന്ന വഴികളിൽ കുണ്ടും കുഴിയുമുണ്ട് എങ്കിൽ ആദ്യം അതിലെ വന്നുപോയവരോ അതിനെക്കുറിച്ച് അറിയുന്നവരോ നമ്മളോട് മുന്നറിയിപ്പ് നൽകിയാൽ അത് നമ്മൾ അംഗീകരിക്കണം. ഇതാണല്ലോ യുക്തി. എങ്കിൽ പിന്നെ ആകാശഭൂമികളെ പടച്ച തമ്പുരാൻ
അതിനെയൊക്കെയും സൃഷ്ടിച്ചിട്ടുള്ള നാഥൻ, അതിന്റെ രഹസ്യങ്ങൾ അറിയുന്ന ഏകനായ റബ്ബ്, അവനല്ലേ നിങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞു തരേണ്ടത്. അവിടെ എന്റെ ശരീരം, എന്റെ ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ പ്രമേഹ രോഗി എന്റെ ചോയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചസാര കലക്കി കുടിച്ചതുപോലെ ആവൂലേ? അപ്പൊ ഒരു ചെറിയ ശരീരം, ഒരാളുടെ ശരീരത്തിൽ പോലും അയാൾക്ക് അറിവില്ലാത്ത കാര്യത്തിൽ അറിവുള്ളവനെ പിന്തുടരണമെന്നാണെങ്കിൽ, ഈ വലിയ വിശാലമായ ആസൂത്രിതമായ വ്യവസ്ഥാപിതമായ മഹാപ്രപഞ്ചത്തിൽ ഒരാൾ എന്തു പറയണം, എന്തു പറയരുത്, എന്തു ചെയ്യണം, എന്ത് ചെയ്യരുത്, എങ്ങോട്ട് പോകണം, എങ്ങോട്ട് പോകരുത്, ഈ കാര്യങ്ങൾ അതറിയുന്ന ആളല്ലേ പറയേണ്ടത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഹലാലും ഹറാമും നിർണയിക്കുക എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ അവകാശമാണ്. അലാ ലഹുൽ ഖൽഖു വൽ അംർ, അറിയുക അവനാകുന്നു സൃഷ്ടിച്ചത്, അതുകൊണ്ട് അവനാണ് കൽപ്പിക്കുക. തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. എന്തിനാണ് അത് ചെയ്യുന്നത്? അള്ളാഹ്ക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണോ? ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, സർവലോകങ്ങളെക്കാളും മഹത്വമുടയവനാണ് അള്ളാഹു. അവിടെ നിങ്ങൾ നാലാളെന്തെങ്കിലും ഒരു കൽപ്പന പാലിച്ചു എന്നതുകൊണ്ട് അള്ളാന്റെ മഹത്വം അങ്ങ് കൂടാനും പോകുന്നില്ല. നിങ്ങൾ ധിക്കരിച്ചാൽ അള്ളാന്റെ മഹത്വത്ത് കുറയാനും പോകുന്നില്ല. അള്ളാഹുവിന്റെ സൃഷ്ടി ലോകത്ത് നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി എന്നൊക്കെ പറയുന്നത് എത്രയോ എത്രയോ പറയാൻ പോലും ഇല്ലാത്തത്ര നിസ്സാരമാണ്. തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. ഇനി രോഗികളൊന്നും അല്ലാന്ന് വിചാരിക്കുക, നല്ല ആരോഗ്യമുള്ള ആളുകള്. അപ്പൊ കലാകായിക രംഗത്തൊക്കെ ഉള്ള ആൾക്കാര്, പാട്ട് പാടുന്ന ആൾക്കാർ ചിലപ്പോ കാണാം, അവര് തണുത്തതൊന്നും കഴിക്കൂല, ഐസ് കഴിക്കൂല. എന്താ കാര്യം? എന്റെ ശരീരം, എന്റെ ഇഷ്ടം എന്ന് കരുതിയാല് പാട്ട് പാടുമ്പോ ഒച്ച വരൂല. അതുകൊണ്ടാണ് കായിക രംഗത്തുള്ള പല ആളുകളും അവരുടെ ശരീരത്തിന് പ്രത്യേകമായ ശുശ്രൂഷയൊക്കെ ചെയ്യും. എന്തിനാണ്? അവർ പങ്കെടുക്കുന്ന ഐറ്റങ്ങളിൽ അവർക്ക് വിജയിക്കണമെങ്കിൽ അവരുടെ ശരീരത്തെ കൃത്യതയിൽ നിലനിർത്തണം എന്ന് അവർക്കറിയാം. അതിന് കോച്ച് ഉണ്ടാകും. ആ കോച്ച് പറയുമ്പോഴാണ് അയാൾ ചെയ്യാം. എങ്കിൽ നമ്മുടെ ആരാധന എങ്ങനെയായിരിക്കണം? നമ്മുടെ കുടുംബമായിട്ടാണോ അല്ലേ ജീവിക്കേണ്ടത്? ഞാൻ എൻ്റെ ശരീരത്തെ എങ്ങനെ കൊണ്ടു നടക്കണം, എന്ത് വസ്ത്രം ധരിക്കണം, വേണ്ട എന്നൊക്കെ അതിനെക്കുറിച്ച് അറിയുന്നവൻ ഒരേ ഒരുത്തനാണ്. ആ ഒരുത്തനെ കുറിച്ചാണ് തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ, സർവ്വലോകങ്ങളിലും മഹത്വമുടയവനാണവൻ എന്ന് പറയുന്നത്. ആ അള്ളാഹുവിനെ നമ്മൾ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുക. ഇതിലാണ് യുക്തിയുള്ളത്. ഇതല്ലാത്തതൊക്കെ യുക്തിരഹിതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ് വൽ മസീഹ് ഇബ്നു മർയം വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദു ഇലാഹൻ വാഹിദൻ ലാ ഇലാഹ ഇല്ലാഹു സുബ്ഹാനഹു അമ്മാ യുശ്രികൂൻ. സൂറ തൗബയിലെ 31-ാമത്തെ ആയത്താണ്. അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും മറിയമിന്റെ മകനായ മസീഹിനെയും അല്ലാഹുവിന് പുറമെ അവർ റബ്ബുകളായിട്ട് സ്വീകരിച്ചു. എന്നാൽ ഏകനായ ഇലാഹിനെ ഇബാദത്ത് ചെയ്യാൻ മാത്രമായിരുന്നു അവർ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അവനല്ലാതെ യാതൊരു ഇലാഹുമില്ല. അവർ പങ്കുചേർക്കുന്നതിൽ നിന്ന് അവൻ എത്രയോ പരിശുദ്ധനാണ്. അപ്പൊ മുമ്പ് ക്രൈസ്തവനായിരുന്ന, പിന്നീട് സ്വഹാബിയായി മാറിയ അദി ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരണ വേളയിൽ കുറെ ചോദ്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു പഠിക്കുന്നുണ്ട്. അതിലൊരു ചോദ്യം ഇതായിരുന്നു. ഇങ്ങനെ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, വേദക്കാരെ സംബന്ധിച്ച് പുരോഹിതന്മാരെയും പണ്ഡിതന്മാരെയും ഒക്കെ റബ്ബാക്കി എന്ന് പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ അങ്ങനെ റബ്ബാക്കിയിട്ടൊന്നുമില്ലല്ലോ, എന്താ അങ്ങനെ പറയുന്നത്? അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവര് അനുവദിക്കുന്നതൊക്കെ അനുവദനീയമാണെന്നും അവർ നിഷിദ്ധമാക്കുന്നതൊക്കെ
നിഷിദ്ധമാണ് എന്നും നിങ്ങൾ അംഗീകരിച്ചിരുന്നില്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് അനുവദനീയം, എന്താണ് നിഷിദ്ധം എന്നത് തീരുമാനിച്ചിരുന്നത് നിങ്ങളുടെ പുരോഹിതന്മാരും പണ്ഡിതന്മാരുമായിരുന്നില്ലേ? അതെ, അതിനെ കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ എന്താ കാര്യം? എന്താണ് ഹലാൽ, എന്താണ് ഹറാം? അത് അറബിയിൽ പറയുന്നതുകൊണ്ടാണ്. മലയാളത്തിൽ പറയുമ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുന്നത്, എന്താണ് ചെയ്യാൻ പറ്റാത്തത്, എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്, എങ്ങനെയാണ് ധരിക്കാൻ പാടില്ലാത്തത്, എങ്ങനെയാണ് നടക്കേണ്ടത്, എങ്ങനെയാണ് നടക്കാൻ പാടില്ലാത്തത്, ആരുടെ കൂടെയാണ് ഇരിക്കേണ്ടത്, ആരോടൊപ്പമാണ് ധരിച്ചാവാൻ പാടില്ലാത്തത്, ഇതിനെക്കുറിച്ചൊക്കെ കൽപ്പിക്കാനുള്ള അവകാശമുള്ളത് ആർക്കാണ്? അല്ലാഹുവിന് മാത്രം. കാരണം അവനെ ഇത് അറിയൂ എന്നതാണ് കാര്യം. അവനല്ലാത്ത ഒരാൾക്കും ഇതിനെക്കുറിച്ച് അറിയില്ല എന്നതാണ്. അതുകൊണ്ട് വലാ തഖൂലു ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ് ഹാദാ ഹലാലുൻ വഹാദാ ഹറാമുൻ ലിതഫ്തറു അലല്ലാഹിൽ കദിബ് ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ. സൂറത്തുൻ നഹൽ 116. നിങ്ങളുടെ നാവുകൾ വിശേഷിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ, നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ തൊള്ള തോന്നിയ പോലെ എന്ന് പറയില്ലേ, നമ്മുടെ നാടൻ ഭാഷയിൽ, അതാണ് ഈ പറഞ്ഞത്. നിങ്ങളുടെ നാവുകൾ വിശേഷിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇത് അനുവദനീയമാണ്, ഇത് നിഷിദ്ധമാണ് എന്നിങ്ങനെ കള്ളം പറയരുത്. നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുകയത്രേ അതിന്റെ ഫലം. അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുന്നവർ വിജയിക്കുകയില്ല. അപ്പൊ ഒരാൾ അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമയാകണമെങ്കിൽ, ഒരാൾ പ്രകൃതിക്കിണങ്ങും വിധം ജീവിക്കണമെങ്കിൽ, അവിടെ അയാൾ വെട്ടിക്കളയേണ്ടത് ഞാൻ എന്ന് പറയുന്ന, ഇംഗ്ലീഷിലാകുമ്പോ കുത്തനെ വരയ്ക്കുന്ന ഒരു വരയുണ്ടല്ലോ, ഞാൻ, എനിക്ക് തോന്നുന്നത്, എന്റെ ഇഷ്ടം, എന്റെ യുക്തി, എന്റെ വിചാരം, ഞാൻ എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ. ആ ഞാൻ എന്ന് പറയുന്നതിനെ വെട്ടിമാറ്റുക. ഞാനല്ല, ഞാൻ ഒന്നുമല്ല. ഞാൻ ആരായിരുന്നു? ഞാൻ ഇപ്പോഴാരാണ്? എനിക്ക് എന്റെ മേലുള്ള അധികാരം എന്താണ്? ഈ നിമിഷം എനിക്ക് എന്റെ മേലുള്ള അധികാരം എന്താണ്? ഒന്നുമില്ല. ഈ വലിയ പ്രപഞ്ചത്തിൽ ഞാൻ ഒരു കുത്തനെ വരയ്ക്കുന്ന വര പോലുമല്ല, അതുപോലുമല്ല എന്ന് മനസ്സിലാക്കുന്നതാണ് യുക്തി. അവിടെ നിഷേധം ഇല്ലാതാകും, നിഫാഖ് ഇല്ലാതാകും, ലിബറലിസം ഇല്ലാതാകും, എല്ലാ തോന്നിവാസങ്ങളും ഇല്ലാതാകും. ഇനി ഈ അള്ളാഹു നമുക്ക് എന്താ തരുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് നമുക്ക് നൽകുന്നത്? الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل. തങ്ങളുടെ പക്കലുള്ള തൗറാത്തിലും ഇഞ്ചീലിലും രേഖപ്പെടുത്തപ്പെട്ടതായി അവർക്ക് കണ്ടെത്താൻ കഴിയുന്ന ഈ അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകനായ ദൈവദൂതൻ എന്താണ് കൽപ്പിക്കുന്നതെന്നല്ലേ? യഅ്മുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ. അവരോട് നന്മ കൽപ്പിക്കുകയാണ്, തിന്മ വിരോധിക്കുകയാണ്. വയുഹല്ലു ലഹുമുത് ത്വയ്യിബാത്ത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്. നല്ലതൊക്കെ അനുവദിച്ചു കൊടുക്കുകയും ചീത്തയായതിനെ ഹറാമാക്കുകയും ചെയ്യുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തന്നെ. എന്താ നല്ലത് ചീത്ത എന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഒരു രോഗിക്ക് അയാളുടെ ആന്തരിക അവയവങ്ങളെ കുറിച്ച്, ഇന്റേണൽ ഓർണമെന്റ്സിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത പോലെ, അന്ധനായ ഒരാൾക്ക് മുന്നിലുള്ള വഴി അറിയാത്തതുപോലെ, പരിചയമില്ലാത്ത ഒരു നാട്ടിൽ ചെന്നാൽ എവിടേക്ക് പോകണമെന്ന് അറിയാത്തവരെ പോലെ, മാനത്ത് നക്ഷത്രങ്ങളില്ലാതായാൽ പഴയകാലത്ത് സഞ്ചാരികൾ പ്രയാസപ്പെട്ടതുപോലെ എങ്ങോട്ടാ പോകേണ്ടത്, ഏതാണ് ദിശ, എവിടെയാണ് കര, ഇതറിഞ്ഞുകൂടാതെ ഇരിക്കുമ്പോ ഇതൊക്കെ അറിയുന്നവനിൽ നിന്ന് കിട്ടുന്ന പ്രകാശമുണ്ട്, വെളിച്ചമുണ്ട്. അതിനാണ് ദീൻ എന്ന് പറയാ. അല്ലാണ്ട് കുറെ കാട്ടിക്കൂട്ടലുകളുടെ പേരല്ല ദീൻ എന്ന് പറയുന്നത്.
നമ്മൾ അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. കുറെ മതങ്ങളുണ്ട്, ഇതൊന്നും നമ്മൾ അങ്ങനല്ല. ഇത് യഥാർത്ഥത്തിലുള്ള തിരിച്ചറിവാണ്, വെളിച്ചമാണ്, നന്മയാണ് നൽകുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഒരു സൽക്കാരം ഒരുക്കുകയാണ് വീട്ടിൽ എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കുമല്ലോ എന്തൊക്കെയാണ് വിഭവങ്ങൾ. അപ്പൊ നമ്മൾ ആലോചിക്കുക, ആരെയാണ് നമ്മൾ വിളിക്കുന്നത്? ഇന്ന ആളുകളാണ് വിളിക്കുന്നത്. അപ്പൊ അതിൽ ഷുഗർ ഉള്ളവരുണ്ടാവൂലേ, കൊളസ്ട്രോൾ ഉള്ളവരുണ്ടാവൂലേ, പ്രഷർ ഉള്ളവരുണ്ടാവൂലേ, നോൺ വെജ് കഴിക്കാത്തവരുണ്ടാവൂലേ? ഉണ്ടാവും. അപ്പൊ ഇന്ന ആൾക്കാർ അങ്ങനെയുള്ളവരാണ്. ഓക്കെ, അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ ഇന്നത് ഒരുക്കണം എന്ന് വിചാരിക്കൂലേ? നമ്മൾ അങ്ങനെ വിചാരിക്കൂലേ? അങ്ങനെ വിചാരിച്ചിട്ട് ഓരോരുത്തർക്കും വേണ്ടത് ഒരുക്കും. പക്ഷേ ആർക്കാണ് എന്താണ് വേണ്ടതെന്ന് അറിഞ്ഞൂടാത്ത ആൾക്കാർക്ക് ഇങ്ങനെ ഒരുക്കാൻ കഴിയും? ഇല്ല. ആ വരുന്ന ആളുകളെ പരിഗണിക്കാത്ത ആളുകൾക്ക്, വെറുതെ സർക്കാർ എന്ന് പറഞ്ഞ് വിളിച്ചുകൂട്ടി മാനം കെടുത്താൻ ഉദ്ദേശിച്ച ആളുകൾ ഇങ്ങനെ മുൻകൂട്ടി ആലോചിക്കോ? ഇല്ല. അപ്പൊ വരുന്ന ആളുകളെ കുറിച്ച് അറിവുണ്ടാകണം ഒന്ന്. രണ്ടാമത്തത്, അവരെ ആദരിക്കണം. അപ്പോഴാണ് എന്ത് വേണം എന്ത് വേണ്ട എന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുക. ഇത് സൽക്കാരം എന്നുള്ള ഒരു ചെറിയ കാര്യം വിട്ട് ഈ ലോകത്തെ മൊത്തത്തിലെടുത്ത് നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും, ഈ ലോകത്തെ പൊതുവായി എല്ലാ മനുഷ്യരുടെയും വിചാര വികാരങ്ങളെ കുറിച്ച് അറിയുന്നവൻ ഒരേ ഒരുത്തനേ ഉള്ളൂ, അത് അള്ളയാണ്. ഒറ്റ. ഈ ലോകത്ത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി മതമുള്ളവൻ, ഇല്ലാത്തവൻ, അറേബ്യൻ, മലയാളി, ഇങ്ങനെ ഒരു വ്യത്യാസവുമില്ലാതെ സകലരെയും ആദരിക്കുന്നവനാരേ ഉള്ളൂ. വലഖദ് കറംനാ ബനി ആദം. അല്ലാഹു എല്ലാവരെയും കുറിച്ച് അറിയുന്നവനും അള്ളാഹു മാത്രമാണ്, എല്ലാവരെയും ആദരിക്കുന്നവനും അള്ളാഹു മാത്രമാണ്. ആ അള്ളാഹു ആണ് നമ്മുടെ മുമ്പിൽ ദീൻ നൽകിയിട്ടുള്ളത്, ഇസ്ലാം നൽകിയിട്ടുള്ളത്, പ്രവാചകന്മാരെ അയച്ചിട്ടുള്ളത്. ചില ആളുകൾ വിചാരിക്കുന്നത് എല്ലാവരെയും കൂടി മുസ്ലിങ്ങളെ മതത്തിലേക്ക് കൂട്ടാനുള്ള പരിപാടിയാണ്. ഇത് വിചാരിക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, മറ്റുള്ളതൊക്കെ വേറെ എവിടുന്നോ വന്നതാണ് എന്നും മറ്റുള്ളതെല്ലാം ജാതീയമായ സാമുദായികമായ ഒരു നോട്ടം അവർ നോക്കുന്നത് കൊണ്ടുമാണ്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിന് അങ്ങനെ വേറില്ല. എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്നും വിജയിക്കണമെന്നുമാണ്. ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ ശാക്തീകരണമോ ഒരു ജാതിയുടെ എണ്ണം കൂട്ടലോ അല്ല ഉദ്ദേശം. എല്ലാവർക്കും ഈ ലോകത്തും പരലോകത്തും വിജയം ഉണ്ടാകണം. ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഒരാളെയും അതിജയിക്കാൻ വേണ്ടിയിട്ടല്ല, എല്ലാവരെയും രക്ഷപ്പെടുത്തണം എന്നതാണ് ആഗ്രഹം. ആ ആഗ്രഹമാണ് ഉള്ളത് നമുക്ക് തന്നെ അറിയണം. എന്നാൽ മറ്റുള്ളവർക്ക് പിന്നീട് മനസ്സിലാക്കി കൊടുക്കാനും കഴിയും. അപ്പൊ ഹലാലും ഹറാമും നിർണയിക്കുന്നതിന്റെ ഉറവിടങ്ങൾ ഏതാണ്? നമ്മുടെ യുക്തിയല്ല, എനിക്ക് മനസ്സിലായോ മനസ്സിലായില്ലേ എന്നതല്ല, അല്ലെങ്കിൽ എന്റെ കാലത്തോ അതിനു മുമ്പോ ജീവിക്കുന്ന ഒരു പണ്ഡിതന് മനസ്സിലായോ ഇല്ലേ എന്നതും അല്ല. അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ടോ? മാ ആതാകുർ റസൂലു ഫഖ്ദൂ വമാ നഹാകും അൻഹു ഫൻതഹൂ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നത് എടുത്തോ, ഒഴിവാക്കാൻ പറഞ്ഞത് ഒഴിവാക്കിക്കോ, അള്ളാഹുവിനോട് തഖ്വ കാണിച്ചോ, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم. അള്ളാഹും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ സത്യവിശ്വാസിയായ പുരുഷനോ സത്യവിശ്വാസിനിയായ സ്ത്രീക്കോ തങ്ങളുടെ കാര്യത്തെ സംബന്ധിച്ച് പിന്നെ വേറെ സ്വതന്ത്രമായ ഒരു അഭിപ്രായം ഉണ്ടാവാൻ പാടില്ല. വമൻ യഅ്സില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. ആരെങ്കിലും ധിക്കരിക്കുകയാണെങ്കിൽ ആ ധിക്കരിക്കുന്ന ആളുകൾ വഴിപിഴച്ച് ബഹുദൂരം പോയിരിക്കുന്നു എന്നാണ്. സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മളെ സൽക്കാരം എങ്ങനെ വേണം, നമ്മളെ കല്യാണം എങ്ങനെ വേണം, നമ്മളെ കച്ചവടം എങ്ങനെ വേണം, ഇത് നമ്മൾ കുടുങ്ങിപ്പോയതല്ല ഇതിൻ്റെ അകത്ത്. ചില ആൾക്കാർ വിചാരിക്കണം നമ്മൾ ഏതായാലും മുസ്ലിങ്ങളായിപ്പോയി, ഇപ്പൊ എന്താ ചെയ്യുക, ഇങ്ങനെ ഓരൊക്കെ തന്നെ. എന്നിട്ട് കുറെ ആൾക്കാർ രജിസ്റ്റർ ഓഫീസിലേക്ക് ഓടുകയാണ്, പിന്നെയും കല്യാണം കേൾക്കുക. 65 വയസ്സ് 70 വയസ്സൊക്കെ ഉള്ള ഒരു സ്പെഷ്യൽ മാരേജ് ആക്ടിൽ. കാരണം എന്താ അറിയോ, ആൺകുട്ടികളില്ല പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തെല്ലോ സംഭവിക്കാൻ പോകണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളെ കുറിച്ച് അറിയാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തെറ്റായ തീരുമാനത്തിലെത്തുകയാണ്. അള്ളാഹുവിന്റെ ഒരു കൽപ്പനയും എനിക്കൊരു ദോഷവും വരുത്തുകയില്ല, എന്റെ സമൂഹത്തിനൊരു ദോഷവും വരുത്തുകയില്ല. എല്ലാം അറിയുന്നവനാണ് തന്നിട്ടുള്ളത് എന്ന ബോധ്യത്തോടു കൂടി
മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. എവിടെയാണോ നമ്മൾ ആ കൽപ്പനകളിൽ നിന്ന് അകന്നകന്നു പോയത്, എവിടെയാണ് നമ്മുടെ സമാധാനവും സ്വൈര്യവും സ്വസ്ഥതയും തകർന്നു പോയത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ സന്മാർഗം ലഭിച്ച മുത്തഖീങ്ങളിൽ, മുഹ്സിനീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ, ഭാഗ്യവാന്മാരായിട്ടുള്ള സച്ചരിതരായിട്ടുള്ള അള്ളാഹുവിന്റെ അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.